ഛത്തീസ്ഗഡിൽ ജാമ്യം കൊടുക്കാത്തതും ഒരു മുസൽമാനായിരുന്നു. അതൊരു ഹിന്ദു ആയിരുന്നെങ്കിൽ കഥ മാറുമായിരുന്നു. പക്ഷേ എന്തായാലും അത് മുസൽമാനായിരുന്നു. ഞാൻ ജാതി പറഞ്ഞതല്ല, അങ്ങനെയാണ് നമ്മളെ സമൂഹം എല്ലാം വിലയിരുത്തുന്നതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു മുസ്ലിമായിട്ട് നാമധാരിയായിട്ടുള്ള ഒരു ജഡ്ജി ഓർഡർ ഇട്ടപ്പോൾ അത് മുസ്ലിമിന് എതിരായിട്ടാണ് ഓർഡർ ഇട്ടത്. പക്ഷേ അദ്ദേഹം ഭരണഘടനയാണ് നോക്കിയത്, നിയമങ്ങളാണ് നോക്കിയത്, രാജ്യത്തെ ചട്ടങ്ങളാണ് നോക്കിയത്. അങ്ങനെ ഓർഡർ ഇട്ടപ്പോൾ അതിനെതിരെ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രി ഒരഭിപ്രായം പറയുന്നത്. അവിടെ മന്ത്രിക്ക് ചെറുതായിട്ട് പിഴച്ചു. അതിനുശേഷം വീണ്ടും രണ്ടാമത് മന്ത്രിക്ക് പിഴച്ചത് അവിടെ ഒരു സമവായമുണ്ടായി. അത് കോൺഗ്രസ്സുകാരാണോ അവിടുത്തെ സ്ഥലം എം പി ഹൈബി ഈഡനും അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവർക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള മാനേജ്മെന്റ് കൂടെ ആയതുകൊണ്ട് അവർ ഇടപെട്ട് സംസാരിച്ച കുട്ടിയുടെ പിതാവിനെയും ബാപ്പയെയും വിളിച്ച് സംസാരിച്ച അവസാനം അദ്ദേഹം വഴങ്ങി. ഞാൻ ശരി, ഈ സ്കൂളിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ എൻ്റെ മകൾ പഠിക്കട്ടെ, ഇതിലൊരു വർഗീയതയും കാണേണ്ട. ഇതിനിടയിൽ SDP പോലുള്ള സംഘടനകൾ ഇതിനകത്ത് വലിയ രീതിയിൽ ഇത് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അവസാനം അത് മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിലേക്ക് കൊണ്ടുപോയി, ഭരണഘടനയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്തെല്ലാം രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. കന്യാസ്ത്രീകൾ എന്തിനാണ് തലയിൽ തട്ടമിടുന്ന പോലത്തെ തലയിൽ ഇതിടുന്നത്, അത് അവർക്കിടാമെങ്കിൽ കുട്ടികൾക്ക് ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ വലിയ തോതിലാണ് അതിനെ വർഗീയമായി ചിത്രീകരിച്ചെടുക്കാൻ പറ്റുമോ, വളർത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ഇവിടുത്തെ പല സംഘടനകൾ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും സമവായം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? സമവായം ഉണ്ടായതിനു ശേഷം വീണ്ടും സ്കൂളിന് കത്ത് കിട്ടുന്നു, നിങ്ങൾ അവിടെ ഇത് ഹിജാബ് അനുവദിക്കണമെന്ന്. അങ്ങനെ എന്തിനാണ് ഒരു കത്ത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത്? സമവായം ഉണ്ടായെന്ന് പത്രങ്ങളിൽ വരുമ്പോൾ, ചാനലിൽ വരുമ്പോഴെങ്കിലും ആ സർവേ ചെയ്യുന്ന നോട്ടീസ് പിൻവലിക്കണ്ടേ? എന്ത് സംവിധാനമാണ് നമ്മുടേത്? അദ്ദേഹം നോട്ടീസ് കൊടുത്തു. പിന്നെ മന്ത്രി പറയുന്നു സമവായമുണ്ടെങ്കിൽ അത് മതി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പം എല്ലാവരും തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നുണ്ടോ? എല്ലാവരും കേരളത്തിൽ ഏതെങ്കിലും രണ്ട് മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു മതത്തിനകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നിട്ട് വാഴ വെട്ടാനും വെള്ളം കോരാനും തീ ആളിക്കത്തിക്കുവാനും അത് മറ്റ് തലത്തിലേക്ക് പോകണം, അതിൽ നിന്ന് 4 വോട്ട് കിട്ടുമെങ്കിൽ വോട്ട് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ? കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായി ഓരോ ജാതി മത വർഗ സംഘടനകളെ കൂടെ നിർത്താൻ എല്ലാവരും ശ്രമിക്കും. ഇന്നിപ്പോൾ SDP മറ്റൊരു പോസ്റ്റർ വ്യാപകമായി വന്നിട്ടുണ്ട്. അത് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്താണ്? SDP ഡിമാൻഡ് ചെയ്യുകയാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും ഹിജാബും ബുർഖയും ഒക്കെ ധരിക്കുന്നതിന് അവകാശമുണ്ട്, അത് ഭരണഘടനാപരമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹളത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വികാരമുണ്ടാകും.